സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കസാവ ബ്രെഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. കസാവ എന്ന് പറഞ്ഞാൽ അറിയില്ല, കപ്പ. അപ്പോൾ കപ്പ ബ്രെഡിലെ കപ്പ റൊട്ടി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ കസാബ എന്ന് പറഞ്ഞ പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് സ്പാനിഷാണ് കസാബ. അപ്പോൾ ഇത് കൂടുതലും ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒക്കെ ഭയങ്കര പ്രചാരമുള്ള സംഭവമാണ്. കപ്പ കൊണ്ടുള്ള ബ്രെഡ് അല്ലെങ്കിൽ റൊട്ടി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന് പറയുമ്പോൾ ഗയാന, വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങൾ, പിന്നെ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളായ ഹോൺഡ്രാസ്, ആ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര പ്രചാരമുള്ളതാണ്. അപ്പോൾ ഏത് ലാറ്റിൻ അമേരിക്കൻ സ്റ്റോറിൽ ചെന്നാലും ഇത് കിട്ടും. ലാറ്റിനോ ഫുഡ് വിൽക്കുന്ന കടകളിൽ നിന്ന് ഇത് കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കസാവ കപ്പ ബ്രെഡ് അല്ലെ കപ്പ റൊട്ടി എന്നാണ് സംഭവം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്തിരി ഹാർഡാണ്. ഒരു ചെറിയൊരു കട്ടിയുണ്ട്, പക്ഷെ അത് തേങ്ങാപ്പാലിൽ ഒരു 10 മിനിറ്റ് മുക്കി വെച്ച് സോഫ്റ്റ് പോലെ ആവുമെന്ന് പറയണം. അപ്പോൾ ഈ വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങളിലും സെൻട്രൽ അമേരിക്കയിലും ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ഒരു ബ്രെഡ് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കാം. പിന്നെ ഒരു പിസ്സ ബോട്ടം എന്ന രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കപ്പ എടുത്ത് ക്ലീനാക്കി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പിന്നെ അത് ചിരവി എടുക്കും. ചിരവി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചീസ് ക്ലോത്തിൽ അതിന് ജലാംശം മുഴുവൻ ഞെക്കിക്കളയാൻ. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ആൾക്കാർ മറ്റേ ഹൈഡ്രോളിക് പ്രസ് പോലത്തെ പ്രസ്സിൽ വെച്ചിട്ടാണ് ജലാംശം മുഴുവൻ കളഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് മറ്റേ ഒരു കപ്പ പീര പോലെയുള്ള സംഭവം, ജലാംശം കളഞ്ഞത്, അത് അവർ ചട്ടിയിലിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നാച്ചുറൽ ഫൈബർ ജലാറ്റിനൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഇത് ഇത്തിരി ഹാർഡായിട്ട് നമ്മൾ ഇട്ട ഷേപ്പിൽ തന്നെ വരും. ഇതിൽ വേറെ ഒരു ബൈൻഡിങ് അതിൻ്റെ ഒന്നും ചേർത്തിട്ടില്ല. അത് കപ്പ മാത്രമേ ഉള്ളൂ. കപ്പ നമ്മൾ ചിരണ്ടി എടുത്തതിൻ്റെ ജലാംശം കളഞ്ഞ് അത് ചുട്ടെടുക്കണതാണ് ഈ കസാവ റൊട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കപ്പ റൊട്ടി അല്ലെങ്കിൽ കപ്പ ബ്രെഡ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് ചെറിയൊരു കഷ്ണം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഈ ഏതാണ്ട് ഒരു റസ്കിൻ്റെ ഒക്കെ അടുത്ത് തന്നെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ റസ്കിൻ്റെ അത്രയും കട്ടിയില്ലാന്നുള്ളൂ. അപ്പോൾ ഇത് ഇവർ അവോക്കാഡോ ഡിപ്പായിട്ടും പിന്നെ പിസ്സ ബോട്ടമായിട്ടും പിന്നെ ബ്രെഡ് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫിഷ് കറിയുടെ ഒപ്പമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് അവതരിപ്പിക്കേണ്ടതാണ്, ഇത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് തൊഴിലും ഒരു ഈസി സോഴ്സ് ഓഫ് ഫുഡും എന്ന് പറഞ്ഞാൽ കണ്ടമാനം കപ്പ അവിടെ നമ്മുടെ നാട്ടിൽ ഭൂമികലാത്തിൽ വേസ്റ്റാക്കി കളയുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, എസ്പെഷ്യലി ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഗയാന, പിന്നെ ഹോൺഡുറാസ്, അവിടെയെല്ലാം വൈൽഡ്ലി പോപ്പുലറാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കാണണമെന്നുണ്ടെങ്കിൽ കസാവ ബ്രെഡ് എന്ന് യൂട്യൂബിൽ അടിച്ച ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഭൂമികലാളത്തിൽ അത് അധികം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കസാവ ബ്രെഡ്. ഇനി ഇത് മേടിക്കാൻ കിട്ടിയില്ലെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഞാൻ പറഞ്ഞ പ്രോസസ്സിൽ ചെയ്ത് ആർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കസാവ ബ്രെഡിൻ്റെ അല്ലെങ്കിൽ കപ്പ ബ്രെഡ് അല്ലെങ്കിൽ കപ്പ റൊട്ടിയുടെ വിശേഷങ്ങൾ.